തിരുപ്പതി തേവർക്കാണ് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? നമ്മളെ മുടി അത്രേ. നമ്മൾ പറയും അയ്യേ മുടി എന്ന് പറയും. പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രം മുടി കയറ്റുമതിയിലൂടെ. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ച് നടക്കുമ്പോഴും നമ്മൾ നമ്മളുടെ ധർമ്മദൈവത്തെ അല്ലെങ്കിൽ കുലദൈവത്തെ വന്ദിച്ചില്ലെങ്കിൽ ഇതിനൊന്നും ഫലമില്ല. ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാവും. ശബരിമലയിൽ പോകുന്നു. നമ്മൾ ശബരിമല യാത്ര തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു 2 ആഴ്ച മുമ്പൊക്കെ ആയി തന്നെ എന്ത് ചെയ്യും? ഒരമ്പലം ചുറ്റാൻ പോകും അല്ലേ? എന്തിനാ? നമ്മൾ നമ്മുടെ ദേശത്ത് ഉള്ള ചെറിയ ചെറിയ എല്ലാ ആരാധനാലയങ്ങളിലും ആ ദേവരെ നമിച്ചിട്ട് വേണം എങ്ങോട്ട് പോവാൻ? ദൂരെ പത്തനംതിട്ടയിലിരിക്കുന്ന ശബരിമല അയ്യപ്പസ്വാമിയെ കാണാൻ പോവാൻ. ഇനി അങ്ങനെ അല്ലെങ്കിലോ ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടുന്ന് രാവിലെ ഗുരുവായൂർക്ക് പോവുക. ഇപ്പോൾ ഇവിടെ വിളക്കൊക്കെ വെച്ചു. കുടുംബത്തിലൊരാൾ ഒരു ദിവസം വിളക്ക് വയ്ക്കൂലോ, അതൊക്കെ പിന്നെ വന്ന് ബസ് കിട്ടില്ല വെച്ചിട്ട് ഇറങ്ങി ഓടിക്കോളൂ. എന്നും ഒരു 2 മണിക്കൂർ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ 4 മണിക്കൂർ അവിടെ നിർത്തും. നിനക്ക് അവിടെ വരെ ഒന്നും നടക്കാൻ സമയം ഉണ്ടായില്ലല്ലോ, അവിടെ നിൽക്ക് നീ എന്ന് പറയും. അതുകൊണ്ടാണ് ദേശദേവത, ഗ്രാമദേവത, തട്ടകത്തമ്മ എല്ലാം ഉണ്ടെങ്കിലും അവൻ ആദ്യം നമിക്കേണ്ടത് കുലദേവതയെയാണ്.